കാഞ്ചീപുരം ഞെട്ടാൻ തയ്യാറായിക്കോ. ഞാൻ പറയട്ടെ, എല്ലാം കലങ്കട്ടെ, കലങ്ങി തെളി. എന്നോട് വ്യക്തിവൈരാഗ്യം ഉണ്ടാകേണ്ട വിധത്തിൽ ആ കുട്ടിയോ ഞാനോ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറിയിട്ടില്ല. അതായത് ഇങ്ങനൊരു മെസ്സേജ് അയച്ചത് എന്നെ ഒരുപാട് ഹേർട്ട് ചെയ്തു. എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ഒരു സന്ദർഭമാണ് മേലേക്കിടയിലും താഴേക്കിടയിലും എനിക്ക് എന്ത് സ്വാധീനമുണ്ടെന്ന് തെളിയിക്കാൻ കിട്ടിയ ഒരു സന്ദർഭം. ഇത് ഞാൻ ഉപയോഗിക്കും. എന്റെ ഫോണിലേക്ക് അൺനെസസറി ആയിട്ട് അയക്കുന്ന ഒരു മെസ്സേജിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഞാനല്ലേ തീരുമാനിക്കുന്നത്. ഏത് ശരി, നീ ഏതെങ്കിലും ഒന്ന് പറ. അല്ല, പക്ഷേ കേസ് ആയതിനു ശേഷം അൻസിബ കുറെ ഊഹാപോഹങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മെസ്സേജ് ഇട്ടിരുന്നു. മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചു നടക്കുന്ന ചില അലവലാദികളുണ്ട്. സാരമില്ല, ഏതവന്മാരെ ഒതുക്കാനാണോ നമ്മുടെ ഒരു വകുപ്പിൽ. മെസ്സേജിന് ഞാൻ അപ്പൊ തന്നെ റിപ്ലൈ അയച്ചു. മോൾ ഈ ഘോരഘോരം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളും എന്റെ പരാതിയിലില്ല. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? ഇത് ഇട്ട് ഈ മെയിലൊക്കെ അയച്ചതിന് ശേഷം അമ്മയിലെ തന്നെ മറ്റൊരു മെമ്പർ എന്നെ വിളിച്ചു. പിറ്റേ ദിവസം സുഗുണം പോകരുത് എന്നെ വിളിച്ച് ചോദിച്ച ടോൺ ഇതാണ്: മോളെ, നീ എന്തിനാണ് മോളെ അമ്പലത്തിനൊക്കെ അതിന് നിൽക്കുന്നത്? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഞാൻ സിനിമയിലൊക്കെ ഇങ്ങനെയുള്ള ഡയലോഗ് കേട്ടിട്ടുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, ചേച്ചി എന്നെ ഭീഷണിപ്പെടുത്താണോ? ഓണോടോ, അത് തമാശ. കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ കാണാൻ എനിക്ക് എന്റെ ശരി എനിക്കറിയാം. ഞാൻ നാളിതുവരെ പോയിരിക്കുന്നത് എന്റെ ശരിയിലൂടെ മാത്രമാണ്. ഭയങ്കരം തന്നെ. എന്റെ പിന്നിൽ ആരുമില്ല. എനിക്ക് പ്രത്യേകമായൊരു അജണ്ടയും ഇല്ല. എനിക്ക് ഇപ്പോഴും അൻസിബ ഹസൻ എന്ന് പറയുന്ന വ്യക്തിയോട് യാതൊരു വിധത്തിലുള്ള വ്യക്തി വൈരാഗ്യങ്ങളുമില്ല. എനിക്ക് എവിടെ അനീതി കണ്ടാലും അതിനെ എതിർക്കാനുള്ള ഒരു മനോഭാവം വളരെ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. തനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും എന്നുള്ളത് ഞങ്ങൾക്കറിയാം.